സംസ്ഥാനത്ത് കാട്ടുപന്നി ശല്യം കർഷകർക്ക് വലിയ തലവേദനയായിരിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച പല പ്രതിരോധ നടപടികൾ ചെയ്യാറുണ്ടെങ്കിലും ഫലപ്രാപ്തിയിൽ അതൊന്നും എത്തിച്ചേരാറില്ല. അതിൻ്റെ പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് കർഷകനും CPM നേതാവുമായ PB ഹർഷകുമാർ. അത് വെറും 4000 രൂപ കൊണ്ടാണ് ഈ പ്രതിവിധി. കണ്ടോളൂ. ഇതാണ് ആ സാങ്കേതിക വിദ്യ. ലേസർ ലൈറ്റ് കൊണ്ട് കാട്ടുപന്നിയെ പ്രതിരോധിക്കുന്ന രീതി. പെഡസ്ട്രിയൽ ഫാനിൽ ചേർത്ത് വെച്ചുകൊണ്ട് 4 വശവും ലേസർ ലൈറ്റ് അടിക്കും. അടൂരിൽ നിന്ന് വനമേഖലയിലേക്ക് കിലോമീറ്ററുകൾ ദൂരമുണ്ട്. എന്നാൽ കാട്ടുപന്നി ആക്രമണത്തിന് കുറവൊന്നുമില്ല. ഒരു വാഴ പോലും വളർത്താൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു അടൂർ പള്ളിക്കലിലെ കർഷകർ. ഇതിനിടയിലാണ് PB ഹർഷകുമാറിന്റെ സുഹൃത്തും ഇലക്ട്രീഷ്യനുമായ വേണു പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. അതിനെ ഒന്ന് നന്നായി വിപുലീകരിച്ച് ഹർഷകുമാർ സ്വന്തം കൃഷിയിടത്തിൽ പരീക്ഷിച്ചു. മഞ്ഞളും വാഴയും മരച്ചീനിയും അടങ്ങുന്ന കൃഷിയിടങ്ങളിൽ വർഷങ്ങളായുള്ള കാട്ടുപന്നി ആക്രമണം കുറഞ്ഞതായി ഹർഷകുമാർ പറയുന്നു. എന്റെ ഒരു പഴയ സുഹൃത്ത് പഞ്ചായത്ത് മെമ്പറായി, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാളിനെ അവിചാരിതമായി കണ്ടു. ഒരു ലേസർ ലൈറ്റ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ കൊണ്ട് രാത്രി പ്രവർത്തിപ്പിക്കും. രാത്രി ഈ ലൈറ്റിന്റെ ഭയം മൂലം പന്നിയെടുക്കുന്നില്ല. പെഡസ്ട്രൽ ഫാനിന്റെ സ്റ്റാൻഡിൽ അതിന്റെ മോട്ടർ കൂടെ വെച്ച് ഞാനിപ്പോ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അത് വന്നപ്പോൾ എനിക്ക് ഈ പ്രദേശത്താകെ എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റുന്നു. ഇന്ന് വരെ ഒരു പന്നിയുടെ ഉപദ്രവം ഇവിടെ ഉണ്ടായിട്ടില്ല. ലേസർ ലൈറ്റ് സാങ്കേതിക വിദ്യ കാട്ടുപന്നി ശല്യത്തിന് പൂർണ്ണമായും പരിഹാരമാകുമെന്ന് ഹർഷകുമാറും കരുതുന്നില്ല. എന്നാൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടുപന്നി ആക്രമണത്തിന് ഒരു സ്വയം പ്രതിരോധ പരിശ്രമമായി മാത്രമാണ് കാണുന്നത്. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്ക് കാട്ടുപന്നി ആക്രമണം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. AV ജയശങ്കർ, 24, പത്തനംതിട്ട. എന്തായാലും കാട്ടുപന്നികളെ ആട്ടി ഓടിക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപകരിക്കുമെങ്കിൽ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുക.